Hi friends, എല്ലാവർക്കും ടെക്നിക്കൽ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ചെടിച്ചട്ടിയുടെ വീഡിയോ ആണ്. ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലേക്ക് ഇരിക്കും. ആ ഒരു സമയത്ത് ചെടിയും ചെടിച്ചട്ടിയും ഒക്കെ ആയിട്ട് വീഡിയോ ഒക്കെ അലങ്കരിച്ച് കൊണ്ടുപോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഒരു ടൈമിൽ നമ്മൾ ചെടിച്ചട്ടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. വെറും ചെടിച്ചട്ടി അല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പഴയ ഓട് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. 4 ഓട് വെച്ചാണ് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെടിച്ചട്ടി എങ്ങനെയാണെന്നൊന്ന് പോയി കണ്ടിട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെടിച്ചട്ടിയുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ 4 ഓട് ചേർത്ത് വെച്ച് ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിൽ നമ്മൾ സിമെൻറ്റ് ആഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് നല്ല മഴ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അകത്ത് വെച്ചൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് മണ്ണൊന്നും ഇതിൽ ഇട്ടിട്ടില്ല, മഴ കൊണ്ട് മണ്ണൊന്നും ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ. അപ്പോൾ നിങ്ങളൊരു ചെടിച്ചട്ടി കണ്ടില്ല, ആ ഒരു ചെടിച്ചട്ടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം ചിലവൊന്നും വന്നിട്ടില്ല, 4 ഓട് മാത്രമേ നമുക്കൊരു ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും പോയിട്ട് കണ്ടിട്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലൊരു ഓടാണ്. ഈ ഒരു ഓട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ലൈനിലൊരു ഓട് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ 2 ലൈനിൽ ഓട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ലൈനിൽ ഓട് എടുക്കാൻ പറയുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും 2 ലൈനായിരിക്കും, മറ്റേതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു ലൈനായിരിക്കും. ആ ഒരു ഓടാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു ലൈനിലെ ഓട് നമ്മൾ എടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ ലോക്ക് ചെയ്ത് വെക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇനി ഒരു ഓടും കൂടി നമുക്ക് വേണം. നമ്മൾ ലോക്ക് ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് 4 ഓടാണ് ഈ ഒരു ലൈനിൽ ഓട് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ഭാഗം നമ്മൾ അടിഭാഗത്തായിട്ടാണ് വെക്കേണ്ടത്. അതാണ് അടിഭാഗത്തേക്ക് വരേണ്ടത്. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ഓടും കൂടി എടുത്തു. ഒരു ഓടും കൂടി എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത ഓടിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഒരു കുഴി പോലുള്ളൊരു ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ഓടിൻ്റെ ഈ പൊന്തി നിൽക്കുന്ന ഭാഗവും നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അത് ലോക്ക് ആയിക്കോളും. കാരണം സാധാരണ നമ്മൾ വീട്ടിൽ ഓടൊക്കെ മേയുന്ന അതേ സിസ്റ്റത്തിൽ തന്നെയാണ്, ഇത് പെട്ടെന്ന് തന്നെ ലോക്ക് ആയിക്കോളും. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് 4 ഓടും സെറ്റാക്കി എടുക്കാം. നമ്മൾ 3ാമത്തെ ഓടും വെച്ചു. ഇനി അടുത്തായിട്ട് നമ്മൾ 4ാമത്തെ ഓട് വെക്കുമ്പോൾ ഒന്ന് അകത്തോട്ടും ഒന്ന് പുറത്തോട്ടുമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അടുത്ത ഓടും എടുത്ത് ഇതുപോലെ തന്നെ സെറ്റാക്കുകയാണ്. നമ്മൾ ഇതുപോലെ ഒരൊറ്റ ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല. നമ്മൾ വീഡിയോ എടുത്ത് അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരൊറ്റ ചട്ടി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ചട്ടി ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ നമ്മൾ 4 ഓട് ഇതുപോലെ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാതെ അധികം ഇതിൻ്റെയൊക്കെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ലോക്കായി വരുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ച് സിമെൻറ്റും കൂടി ഇട്ട് കൊടുത്താൽ ഇത് സെറ്റായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഇനി കുറച്ച് സിമെൻറ്റ് ആഡ് ചെയ്യാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തും ഈ ഒരു ജോയിൻ്റ് ആകുന്ന ഭാഗത്ത് നമുക്ക് സിമെൻറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ അടിഭാഗത്തായി ഈ ഒരു ചട്ടി ഒരു ന്യൂസ് പേപ്പറിലോട്ട് കയറ്റി വെക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സിമെൻറ്റ് ഇടുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു നിലത്ത് ഇത് സെറ്റായി പോകാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജോയിൻറ്റിൽ നമ്മൾ നന്നായിട്ട് സിമെൻറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സിമെൻറ്റ് പിടിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ഒരു ഓട് ഉണങ്ങിയിരിക്കുക ആയതുകൊണ്ടാണ്. നമ്മൾ ഈ ഒരു ഓട് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ ഒന്ന് വെള്ളം കൊണ്ടൊന്ന് നനച്ചു കൊടുത്താൽ ഈ ഒരു ഓടിൽ നന്നായിട്ട് സിമെൻറ്റ് പിടിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളതൊന്ന് നനച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെയാണ് നമ്മൾ സിമെൻറ്റ് ഇടുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് സിമെൻറ്റ് ഒന്ന് പിടിക്കാനായിട്ടാണ് നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ നനച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ അവിടെ സിമെൻറ്റ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് തേക്കുന്നത്. കാരണം എനിക്ക് ആയുധങ്ങളൊന്നും ഉപയോഗിച്ച് സിമെൻറ്റ് ഇട്ടുള്ള ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് സിമെൻറ്റ് തേച്ച് പിടിപ്പിക്കുക. ആ ഒരു ജോയിൻ്റ് ആകുന്ന ഭാഗത്ത് നന്നായിട്ടൊന്ന് സിമെൻറ്റ് തേച്ച് കൊടുക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ തേക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഗ്ലൗസ് എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നന്നാവും. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് നമ്മളൊന്ന് സിമെൻറ്റ് തേച്ചെടുക്കണം. നമ്മളിതുപോലെ പലക വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ സെറ്റായി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ സിമെൻറ്റൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അകത്തും അടിഭാഗത്തുമായിട്ട് നമുക്ക് സിമെൻറ്റ് ഇടേണ്ട ഒരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അടിഭാഗം നമ്മൾ സിമെൻറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ സിമെൻറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടിഭാഗത്ത് സിമെൻറ്റ് ഇടുകയാണ് അടുത്തായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതുപോലെ അടിയിൽ നമ്മൾ പേപ്പർ വിരിച്ചിട്ടുള്ളത് നമ്മൾ സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വിട്ടു പോരാനാണ് നമ്മൾ അതിൻ്റെ അടിയിലായിട്ട് പേപ്പർ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് തന്നെ നമ്മൾ സിമെൻറ്റ് അതിൻ്റെ അകത്തോട്ടിട്ട് അതിൻ്റെ ഒരു അടിഭാഗം നമ്മൾ സെറ്റാക്കി എടുക്കണം. നമ്മൾ അടിഭാഗത്ത് നന്നായിട്ട് സിമെൻറ്റ് ഇട്ട് ഒന്ന്
ലെവലാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് എടുക്കുക. നമ്മൾ ഈ ഒരു വീഡിയോസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് സ്പീഡിലാണ് കാണിക്കുന്നത്, നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം നമ്മൾ ഓരോ ദിവസമായിട്ട് വിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ സൈഡിലായിട്ട് അകത്ത് സൈഡിലായിട്ട് ഈ ഒരു ജോയിൻ്റായി വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് സിമെൻ്റ് ഒന്ന് തേച്ച് കൊടുക്കണം. ഇതൊക്കെ സെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് സിമെൻറ്റ് തേച്ച് കൊടുക്കണം. ആ ഒരു ഉൾഭാഗത്ത് നമ്മൾ അധികം തേക്കേണ്ട ആ ഒരു ജോയിൻറ്റിൽ മാത്രം സിമെൻറ്റ് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളെല്ലാവരും സിമെൻറ്റ് തേച്ച് കൊടുക്കുക. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുമ്പ് ആരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല, ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉൾഭാഗത്ത് എല്ലായിടത്തും നമ്മൾ സിമെൻറ്റ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും സിമെൻറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് സിമെൻറ്റും സെറ്റാകാനായിട്ട് നമുക്ക് ഒരു ദിവസം സമയം വേണം. അപ്പോൾ നമ്മളിത് ഒരു ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പണി നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു നമ്മൾ സെറ്റാകാൻ വെച്ച സിമെൻറ്റ് ഇട്ട് ഒരു ചട്ടി. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും നമ്മളൊരു ന്യൂസ് പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇനി ഇത് ഇവിടുന്ന് എടുത്ത് ഇത് കുറച്ചൊരു വെയിറ്റ് ഉണ്ടാകും, കാരണം 4 ഓടിൻ്റെ വെയിറ്റ് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തായിട്ട് നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ച് നോക്കാം. പെയിൻ്റ് അടിക്കാൻ നമ്മുടെ കയ്യിലൊരു പഴയ പെയിൻ്റാണ്, അതുകൊണ്ട് തന്നെ എത്രത്തോളം കളർ വരുന്ന അറിയില്ല. അപ്പോൾ നമ്മൾ വൈറ്റും ബ്ലൂ ആണ് നമ്മൾ അടിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. ഒരു വൃത്തിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഔട്ട്ലൈനായിട്ട് നമ്മൾ വൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ബ്ലൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിതുപോലെ പെയിൻ്റ് ഒന്ന് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്, സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ ഒരു പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഈ ഒരു ഓടിൻ്റെ കളറാണ് ഒരു ചോപ്പോ ഓറഞ്ചോ ഒക്കെ ആയിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ നല്ല വൃത്തി നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. നമ്മൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ബ്ലൂവും വൈറ്റുമാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.